തൃശൂർ കെഎസ്ആർടിസിയുടെ പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ടെർമിനൽ നിർമ്മാണത്തിന് ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ബസ് ടെർമിനലാണ് തൃശൂരിൽ നിർമ്മിക്കുന്നത്. തൃശൂർ എം.എൽ.എ. പി. ബാലചന്ദ്രന്റെ വികസന ഫണ്ടിൽ നിന്ന് 7 കോടി ചിലവാക്കിയാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. കൂടാതെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.5 കോടി ചിലവാക്കി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും നിർമ്മിക്കും. പുതിയ ടെർമിനലിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കെഎസ്ആർടിസിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു താമസവും ഉണ്ടാകാതെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുകയും നിശ്ചിത ദിവസത്തിനുള്ളിൽ കൃത്യമായ ദിവസം ഇവിടെ വന്ന് മാധ്യമങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ഞാൻ ഉറപ്പ് നൽകിയതിൻ്റെ കൃത്യമായ ഡേറ്റിൽ കെഎസ്ആർടിസി കെട്ടിടം പൊളിച്ചു മാറ്റി. ഇപ്പോൾ മണ്ണ് പരിശോധന നടക്കുകയാണ്. ഇതിൻ്റെ മറ്റ് പണികൾ ഉടൻ തന്നെ ആരംഭിക്കും. വളരെ വേഗത്തിൽ ഒരു നല്ല കോൺട്രാക്ടർ വരികയാണെങ്കിൽ 7-8 മാസം കൊണ്ട് ഈ ബസ് സ്റ്റേഷൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയും. കേരളത്തിൽ നിർമ്മിക്കുന്ന എല്ലാ ബസ് സ്റ്റേഷൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഇരിക്കുന്ന ഓഫീസിലെ സ്റ്റാഫ് ജോലി ചെയ്യുന്ന സ്ഥലം എയർ കണ്ടീഷൻ ആക്കുക. പുതിയ ഡിസൈൻ എല്ലാം അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ദീർഘദൂര യാത്രകൾ കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുന്ന ഡ്രൈവറും കണ്ടക്ടർമാർക്കും വനിതകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ മുറി പാലക്കാടുള്ളതുപോലെ ഇവിടെയും വരും. എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസ് മുറികളും വിശ്രമ മുറികളും അടക്കം നിരവധി സൗകര്യങ്ങൾ പുതുതായി നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകും. ചടങ്ങിൽ പി. ബാലചന്ദ്രൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, മേയർ നിജി ജസ്റ്റിൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൈരളി ന്യൂസ്, തൃശൂർ.